എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈയിടെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മാട്രിമോണിയൽ സൈറ്റ് അത് റെഡിയാക്കി കൊടുത്തു. നല്ല രീതിക്കൊന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചു. 2 മിനിറ്റ് 5 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ. എന്താണെങ്കിലും ചെയ്തു കൊടുത്തു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാണ് ആ ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് നാളൊന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ പ്രയോജനമുണ്ടെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പിലേക്കൊക്കെ പോകാം എന്നാണ് വിചാരിച്ചിരുന്നത്. ID പ്രൂഫൊക്കെ വെരിഫൈഡ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആ പെൺകുട്ടിക്ക് ഒറ്റ ദിവസം ആദ്യത്തെ ദിവസം വന്ന ഇൻട്രസ്റ്റ് മെസ്സേജുകൾ എന്ന് പറയുന്നത് 2000-ലധികമാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഒരു പ്രൊഫൈൽ ആദ്യമായിട്ട് അങ്ങ് വരുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻട്രസ്റ്റ് മെസ്സേജുകൾ വരുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്രയൊന്നുമില്ല എങ്കിൽ പോലും ഈ രീതിയിലാണ് ഇൻട്രസ്റ്റ് മെസ്സേജുകൾ വന്ന് കിടക്കുന്നത്. ഇത് മുഴുവൻ ആരെങ്കിലും നോക്കും എന്ന് തോന്നുന്നുണ്ടോ? ഈ 10,000 പ്രപ്പോസലുകളും എടുത്ത് കമ്പയർ ചെയ്തിട്ടായിരിക്കുമോ ഈ പെൺകുട്ടി ഒരാളെ കണ്ടെത്തുന്നത്? ഒരിക്കലുമല്ല. ഇത്രയും വന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇതിലെ ഫിൽട്ടർ ഓപ്ഷൻ ഉപയോഗിക്കും. ഏജ് ലിമിറ്റ് ഇത്രയായിരിക്കണം, ജോലി ഇത്രയായിരിക്കണം, ആനുവൽ ഇൻകം ഇതായിരിക്കണം, ഈ രാജ്യത്തായിരിക്കണം ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാണോ സാധാരണ ജോലിയാണോ, ഇങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരാളും മിക്കവാറും ഓൾറെഡി ഇൻട്രസ്റ്റ് അയച്ച് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കാര്യം എളുപ്പമായി. ഈ രീതിയിലാണ് കാര്യങ്ങൾ ഓടുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ യുവാക്കളുടെയും പരിപാടി എന്താണ്? വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാകെ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? മാട്രിമോണിയൽ സൈറ്റുകളിൽ കുറേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. 1, 2, 3 മാട്രിമോണിയൽ സൈറ്റുകളിൽ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇതാണ് പരിപാടി. ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. ഒരാളും ഇത് നോക്കുന്ന പോലുമില്ല. അത് മനസ്സിലാക്കുക. എന്നിട്ട് ആണുങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ എല്ലാവർക്കും അയക്കുന്നുണ്ട്, കുറേ കാലം കൂടുമ്പോൾ 2-3 പേരെ ഒന്ന് ഡിക്ലൈൻ ചെയ്താലായി, എല്ലാം അവിടെ അങ്ങനെ പോയി വെറുതെ കിടക്കുകയാണ്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ആണുങ്ങൾ അയക്കുന്ന 99% ഇൻട്രസ്റ്റ് മെസ്സേജുകളും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ മാട്രിമോണിയൽ സൈറ്റ് നോക്കുന്ന ആരാണോ അവർ നോക്കുന്നത് പോലുമില്ല. എന്നിട്ട് നിങ്ങൾ മാസങ്ങളും വർഷങ്ങളും ഇതേ പരിപാടി ചെയ്തിട്ട് ഇപ്പം കല്യാണമാകും അല്ലെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ല ഇതുകൊണ്ട്. മാട്രിമോണിയൊക്കെ ഒരു തരംഗമാകുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയാൽ 40-50 മെസ്സേജുകളൊക്കെയാണ് വരിക. അതിൽ നിന്ന് നോക്കി മിക്കവാറും ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. എന്നാൽ ആൺകുട്ടികൾക്കും മാട്രിമോണി സൈറ്റുകൾ വഴി വിവാഹം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തതാണ് 30 വയസ്സ് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തവരോട്, അല്ലെങ്കിൽ യോഗ്യതകൾ ആണിന് മാത്രം മതിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പല പെൺകുട്ടികൾക്കും നല്ലതുപോലെ ചില കൊട്ടുകൾ കൊടുക്കുകയും ആൺകുട്ടികളെ കുറച്ചൊക്കെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതേ സ്പിരിറ്റോടു കൂടി തന്നെ ഈ വീഡിയോയും കേൾക്കണമെന്ന് പ്രത്യേകിച്ച് ആൺകുട്ടികളോട് ഒന്ന് നേരത്തെ പറയുകയാണ്. അങ്ങനെ ചില പോയിന്റുകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, എടാ നീയും ഒരാണല്ലേ അല്ലെങ്കിൽ ഒരു യുവാവല്ലേ, നമ്മൾ അടങ്ങുന്ന ഒരു വർഗത്തെ ഇങ്ങനെ ആക്ഷേപിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്റ്റുകൾ അതേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സെൽഫ് ട്രോളും കൂടെ ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇത് കരുതിക്കൊള്ളുക. ഞാൻ ഉൾപ്പെടുന്ന പുരുഷവർഗത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ കുറവുകളും തോൽവികളും പോലും എങ്ങനെയെങ്കിലുമൊക്കെ കാശാക്കാൻ പറ്റുമെങ്കിൽ അതിനൊരിക്കലും മടിക്കരുത് എന്നുള്ളതാണ്. ആദ്യം തന്നെ തോന്നുന്നത്, അത്യാവശ്യം ചരിത്രബോധമൊക്കെ ഉള്ള ഒരാൾ എന്ന നിലയിൽ ഇതൊരു കാലത്തിൻ്റെ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഒരു കാവ്യനീതിയാണ് എന്നൊക്കെ പറയാം. ഇത്രയും നാൾ ഈ സ്ത്രീകളെന്ന് പറയുന്നവരെ ഒരു കാലത്തൊക്കെ എന്തായിരുന്നു? ഇന്നൊരു പക്ഷേ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് നിയമങ്ങളും അതിനെയൊക്കെ വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊക്കെ വന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വിവാഹങ്ങൾ നടക്കുന്നു, ഭർത്താവിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് ഇവർ ജീവിക്കേണ്ടി വരുന്നു, ഇവർക്കൊരു സ്വാതന്ത്ര്യവുമില്ല, ഒരു ചെറിയ പ്രശ്നത്തിന് തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടേയാക്കുന്നു. നമ്മുടെ പഴയ മലയാള സിനിമകളിൽ തന്നെ ഇതുപോലെ നിരാലംബകളായി ജീവിക്കേണ്ടി വന്ന എത്രയോ സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു തിരിച്ചടിയാണ്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പുറകെ കരഞ്ഞു നടക്കേണ്ട അവസ്ഥയാണെന്ന്. അതുതന്നെയാണ് സത്യം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് സ്ത്രീധനം എന്നുള്ള പേരിലാണ്. എന്നാൽ ഇന്നൊരു കാര്യം 100% ഉറപ്പിച്ച് പറയാം, ഈ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം നേരെ തിരിച്ചാകും ഉടനെ. അതായത് നിങ്ങൾക്ക് പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ പെണ്ണിന് തന്നെയോ ഇത്ര തുകയും കൂടെ നിങ്ങൾ കൊടുത്താലേ പെണ്ണിനെ കിട്ടൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വൈകാതെ കാര്യങ്ങൾ പോകാൻ പോവുകയാണ്.
പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അവരുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. വടക്കൻ കേരളം എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വളരെ കുറവാണ്. തെക്കൻ കേരളത്തിലും അത്രയ്ക്കില്ല. ഒരു മധ്യ കേരളത്തിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ടുള്ളത് എന്ന് പറയാം. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് കൂടുതലായിട്ട്. മറ്റ് സമുദായങ്ങളിൽ ഇത് ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ ആരെങ്കിലും വടക്കൻ കേരളമൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അല്ല. നല്ല മാറ്റങ്ങൾ വരുന്നതും നല്ല രീതിയിൽ പുരോഗമിക്കുന്നതുമായ സമുദായങ്ങളിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അത് കുറേ യുവാക്കൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്ത്രീകൾക്ക് വില കൽപ്പിക്കുന്ന, സ്ത്രീകളെ അടിച്ചമർത്താത്ത സമൂഹങ്ങളിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയുടെ പ്രണയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇതുവരെ സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് ഏതടവ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവരെ വശത്താക്കുക. കാരണം നിങ്ങളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അവരൊരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് വരെ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്രഷോ അല്ലെങ്കിൽ നിങ്ങൾ പുറകെ നടക്കുന്ന ആളോ ഒരു മാട്രിമോണി സൈറ്റിൽ വെറുതെ ഒരു ഫ്രീ മെമ്പർഷിപ്പ് എടുത്താൽ പോലും അവർ മനസ്സിലാക്കും അവർക്കുള്ള ഡിമാൻഡ് എന്താണെന്ന്. പെൺകുട്ടികൾ അവരുടെ വില മനസ്സിലാക്കണമെങ്കിൽ, ഇത് കേൾക്കുന്ന പെൺകുട്ടികളും ഉണ്ടാവും, നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വിവാഹപ്രായമായെങ്കിൽ, നിയമപരമായിട്ട് ഇപ്പോൾ എത്രയാണ്, 18 വയസ്സാണെന്ന് തോന്നുന്നു, വെറുതെ നിങ്ങൾ ഏതെങ്കിലും മാട്രിമോണി സൈറ്റുകളിലൊക്കെ ഒരു ഫ്രീ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നേരെ മറിച്ച് ആൺകുട്ടികളും ഈ കാര്യം ചെയ്യുക. ഒരു വില ഈ നാട്ടിൽ നമുക്കില്ല എന്നുള്ളത് അതോടെ മനസ്സിലാവും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ ഓരോരുത്തരെയൊക്കെ പറഞ്ഞ് പിരികയറ്റി വെറുതെ ഓരോരുത്തർ മാട്രിമോണി സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിടും. അപ്പോൾ ഇവരെയൊക്കെ പ്രതീക്ഷിച്ച് കുറേ പേര് ഇൻട്രസ്റ്റ് മെസ്സേജ് അയക്കും. അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. എന്നാൽ നിങ്ങളെ കേൾക്കുക, ഇന്ന് മാട്രിമോണി സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന പലരും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടല്ല, വീട്ടുകാർ പ്രഷർ ചെയ്യുന്നത് കൊണ്ടും, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു പെൺകുട്ടി കാമുകനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്നു. ഉടനെ ഇവർ ചെയ്യുന്നത് എന്താണ്, ഒരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് ഇവനെ ഒന്ന് പിരികേറ്റുക. ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പാവം കഥയൊന്നും അറിയാത്ത ഒരുപാട് പുരുഷന്മാർ നല്ല സുന്ദരി പെണ്ണാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിക്കും. ഒരാളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള കാലത്ത് നിങ്ങൾ പെണ്ണന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആവുക എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിങ്ങനെ പറയുമ്പോൾ ഒരു മോട്ടിവേഷനൊന്നുമല്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും അങ്ങനെ ആകാനും സാധിക്കില്ല. ഇപ്പോൾ നേരെ മറിച്ച് വളരെ ഉയർന്ന വിദ്യാഭ്യാസം, ഒരു IIT-യിൽ പഠിച്ച എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു MBBS MD ഒക്കെ എടുത്തൊരു ഡോക്ടറോ, ഇതൊന്നും അല്ലെങ്കിൽ കാണാൻ ഒരു ഹൃത്തിക് റോഷനെ പോലെയൊക്കെ ഉള്ളൊരു പുരുഷനോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാട്രിമോണിയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ ഒരുപാട് വിവാഹാലോചനകൾ നടക്കും. പക്ഷേ ഭൂരിഭാഗവും അങ്ങനെയല്ല. സ്ത്രീകളുടെ കാര്യം ഇപ്പോൾ വ്യത്യസ്തമാണ്. കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും പെണ്ണ് എന്ന് പറയുന്ന ഒന്നായാൽ മതി, ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഭൂരിഭാഗം യുവാക്കൾ നടക്കുന്നത്. ഇതൊരു സത്യാവസ്ഥയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഒരു പ്രധാന വിഷയമായിട്ട് എടുത്ത് ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണ്. അത്രയും പ്രശ്നമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണ് കെട്ടാനില്ല എന്നുള്ളൊരു, അല്ലാതെ ഒരു തമാശ കളിയല്ല. 35 വയസ്സായിട്ടും, ആവറേജാണ്, ഒരു 35 വയസ്സായിട്ട് പോലും പല പുരുഷന്മാർക്കും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാട്രിമോണി സൈറ്റുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു നേഴ്സായിട്ടുള്ളൊരു പെൺകുട്ടി കെട്ടേണ്ടത് ഒരു മെയിൽ നേഴ്സായിട്ടുള്ള ഒരാളെയാണെങ്കിൽ അവർ യൂറോപ്പിലേക്കൊക്കെ പോയാലും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാം. അല്ലാതെ ഒരാൾ നേഴ്സായാൽ പോലും അവിടെ നിന്ന് ജീവിച്ചു പോകുന്നത് കഷ്ടപ്പാടാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ്, ഇവിടെ മെയിൽ നേഴ്സുമാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മെയിൽ നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട്, അതായത് അവിടുത്തെ ഗവൺമെൻറ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആണുങ്ങളുടെ പോലും പ്രായം കിടക്കുന്നത് പലതും 33, 34, 32 എന്നൊക്കെയാണ്. അതായത് ഏറ്റവും സാധ്യതയുള്ളവർക്ക് പോലും പെണ്ണ് കിട്ടാനില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും ചില പെൺകുട്ടികളെ നോക്കിയിട്ട് ഇവർ വലിയ അഹങ്കാരികളാണെന്നൊക്കെ പറയാറില്ലേ. അവളുടെ വിചാരം അവൾ ഇത്തിരി സൗന്ദര്യമുണ്ടെന്ന് വിചാരിച്ച് എന്താ അവളുടെ ഭാവം. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മനുഷ്യരാണെങ്കിൽ അഹങ്കരിച്ച് പോകും. ഒരു അത്യാവശ്യം സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി, ഇനി അവൾക്കൊരു നല്ല ജോലിയും കൂടെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നല്ല കുടുംബ പാരമ്പര്യം അത്യാവശ്യം വകയുള്ള വീട്ടിലേയും കൂടെ ആണെങ്കിൽ അവൾ അഹങ്കരിച്ചങ്ങ് ശൂന്യാകാശത്ത് പോയി ചെന്ന് നിന്നാൽ നമുക്ക് കുറ്റം പറയാനില്ല. കാരണം അവസ്ഥ അതാണ്. സുന്ദരിയായ നല്ല ജോലിയുള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഉള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനപ്പുറമാണ്. അതുപോലെയാണ് യുവാക്കളെല്ലാം പെണ്ണ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. ഇവർക്കെല്ലാം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, പല ആൺകുട്ടികളുടെയും ആഗ്രഹം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കെട്ടണം എന്നായിരിക്കും. പക്ഷേ ഭൂരിഭാഗം ആൺകുട്ടികൾ ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് സാമ്പത്തികമായിട്ടൊന്നും എത്താൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നേഴ്സിനെങ്കിലും കെട്ടിയിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് സുഖമായിട്ട് പുറത്തു പോയി ജീവിക്കാം എന്ന് കരുതി പോകുന്നവരുമുണ്ട്. അപ്പോൾ അവർ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വരും ഈ സൗന്ദര്യം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും. എങ്കിൽ പോലും അത്യാവശ്യം എല്ലാവരുടെയും ആഗ്രഹം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കെട്ടണമെന്നാണ്. എന്നാൽ ഒരു ഇത്തിരി സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെങ്കിലും, അല്ലെങ്കിൽ അവർ അത്യാവശ്യം നല്ലൊരു ജോലിയും കൂടെ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നേഴ്സാണെങ്കിലോ ഒക്കെ അവർക്ക് വരുന്ന ഇൻട്രസ്റ്റ് മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ മാട്രിമോണി സൈറ്റുകൾ ഹാങ് ആവുമോ എന്നുള്ളത്. അതായത് ഒരു ദിവസം തന്നെ, ആദ്യ ദിവസം തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒറ്റ ദിവസം കൊണ്ട് വന്ന മെസ്സേജാണ് ഈ 2000+ ഇൻട്രസ്റ്റ് മെസ്സേജുകൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ സഹോദരിമാരുടെയും ഒക്കെ ഓരോ ഉദാഹരണങ്ങൾ വെച്ചിട്ട്, ഇങ്ങനെയുള്ള ഒരു മാട്രിമോണി സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിം ആയിരിക്കില്ല. മറ്റൊരു സിമ്മിൽ വേറൊരു ഫോണിലായിരിക്കും നമ്മൾ ഇതിൻ്റെ സിം കാർഡ് ഇട്ടിരിക്കുക. ഈ നമ്പറിലേക്കായിരിക്കും വിളിക്കുക. അത് മിക്കവാറും സൈലൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളിങ്ങനെ കോൺടാക്ട് നമ്പറൊക്കെ എടുത്ത്, ഒരു ഇത്ര കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ആകെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പർ എടുത്തിട്ട് നിങ്ങളിങ്ങനെ രാഖി രാമാനം വിളിച്ചത് കൊണ്ടോ മെസ്സേജ് അയച്ചുകൊണ്ടോ ചാറ്റ് റിക്വസ്റ്റ് അയച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇതാരും അറിയുന്ന പോലുമില്ല. എന്നാൽ നിങ്ങൾ ആ സമയത്ത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലും. അവർക്ക് വന്നിരിക്കുന്ന ഒരു 3000 ഇൻട്രസ്റ്റ് മെസ്സേജുകളിൽ ഒരെണ്ണം കൂടെ കൂടും. ഇതാരെങ്കിലും മൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് ഒരു മാട്രിമോണി സൈറ്റുകളിലും എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അവിടെ എത്രമാത്രം ആണുങ്ങളുണ്ടോ അതിൽ നല്ലൊരു ഭാഗവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളൊരാളെ സെലക്ട് ചെയ്താലും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അയച്ചിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ ആ നമ്പർ എടുക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. പെൺകുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഒട്ടുമിക്ക മാട്രിമോണി സൈറ്റുകളിലും പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല. എടുക്കണമെന്ന് അവർ പറയും, പക്ഷേ അവസ്ഥ ഇതായതുകൊണ്ടാണ് പറഞ്ഞത്. എടുക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ മാട്രിമോണി സൈറ്റുകളെല്ലാം കൊഴുക്കുന്നത് ആൺകുട്ടികളുടെ പ്രീമിയം മെമ്പർഷിപ്പ് കൊണ്ടാണ്. ഒരു 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും എല്ലാ മാട്രിമോണി സൈറ്റുകളിലും പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയിരിക്കുന്ന, മനസ്സ് മടുക്കുന്ന എത്രയോ പേരുണ്ട്. യഥാർത്ഥത്തിൽ മാട്രിമോണി സൈറ്റുകൾ ആണുങ്ങളെ പറ്റിക്കുകയാണ്. കാരണം ഇവർക്കറിയാമല്ലോ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ചിലർക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് മിടുക്കന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ജോലിയും വരുമാനവും കാണാനും തരക്കേടില്ല, ഇങ്ങനെയുള്ളവരൊക്കെ എന്തുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്നു? അതിൻ്റെ കാരണം ഞാൻ സ്വന്തമായി കണ്ടെത്തിയത് പറയാം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു, അല്ലെങ്കിൽ ഇടവ പള്ളിയിലൊക്കെ ചെന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ചില ആളുകൾ, അതായത് ഇവർക്ക് അത്യാവശ്യം പ്രായമേ ഉള്ളൂ, നല്ല ജോലിയുണ്ട്, എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ IT പ്രൊഫഷണലായിരിക്കും, നല്ല സാലറി ഉണ്ട്, കൊള്ളാവുന്ന വീടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചായിട്ടാണല്ലോ മാട്രിമോണി സൈറ്റുകളിലും ഇവർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കും എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ആദ്യം തന്നെ ഞാൻ ഇവർക്ക് എത്ര ഇൻട്രസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് ഒരു ഒറ്റ ദിവസം ആദ്യം തന്നെ വന്നത് 1000കണക്കിനാണെങ്കിൽ ഇവർക്ക് ആകെ ഒരു 5-6 മാസം കൊണ്ട് വന്നിരിക്കുന്നത് 40-45 ഇൻട്രസ്റ്റ് മെസ്സേജാണ്. ആ വ്യത്യാസം ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിപ്പോൾ നമുക്ക് തോന്നും ആൺകുട്ടികളാണല്ലോ പൊതുവെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഈ പറയുന്ന പോലെ 40-30ഒക്കെയാണ്. അത് കൊള്ളാവുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവർക്കൊന്നും തന്നെ വരാൻ സാധ്യതയില്ല. 1-2 ഒക്കെ വന്നാലായി. ഇവർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഇവരെ നോക്കുമ്പോൾ ഇവർക്ക് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, അത്യാവശ്യം സ്ഥലമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടുമെന്നാണ് അവരുടെ ഒരു ധാരണ. അത് സത്യവുമാണ്. കാരണം അവർക്ക് വേറെ കുറവൊന്നുമില്ല. എന്നിട്ട് അവർ വിവാഹം വൈകിപ്പിച്ച് ഒരു 28-ലോ 29-ലോ ഒക്കെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. എന്തിൽ? മാട്രിമോണി സൈറ്റിൽ. അതായത് 28-ലോ 29-ലോ ആണ് നിങ്ങൾ മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ ഈ പരിപാടി അങ്ങ് നടക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം. അതായത് മാട്രിമോണിയിൽ അങ്ങ് ഇട്ടാൽ കല്യാണം അപ്പോഴേ നടക്കില്ല എന്നാണ് ആൺകുട്ടികളുടെ ചിന്തയെങ്കിൽ മണ്ടത്തരം, അല്ലെങ്കിൽ ഭൂലോക മണ്ടത്തരം. ഒരു വർഷം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ പരിചയത്തിലുള്ള ഇന്ന ആൾക്ക് ആദ്യത്തെ ആഴ്ച തന്നെ കാര്യം സെറ്റായല്ലോ. ഇതൊക്കെ അപൂർവമായിട്ട് നടക്കുന്നുണ്ടാകാം. അവർ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തുമായിരിക്കും രണ്ട് കൂട്ടരും പോയിട്ടും ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണെന്നാണ് നമ്മൾ പറയുന്നത്. ഭൂരിഭാഗത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ തന്നെയാണെന്ന് പറയണം. അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താണ്, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു വർഷമായി എല്ലാവർക്കും, അല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് ഇൻട്രസ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതെന്താണ് കഥ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അവരും ഏജ് ഓവറാവുന്നു. 30 കഴിഞ്ഞാൽ പിന്നീട് ആ ഡിമാൻഡ് അങ്ങ് കുത്തനെ ഇടിയുകയാണ്. 29 യുവാവാണെങ്കിൽ 30 ആയാൽ പിന്നീട് കിളവൻ എന്നുള്ളൊരു മൈൻഡാണ് പലർക്കും. അതൊരു സത്യമാണ്. ഇന്നത്തെ ആളുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടുള്ള ഓരോ രോഗങ്ങളും ആരോഗ്യക്രമവും ഒക്കെ കാരണം ഒരു 30-35 വയസ്സ് വരെയൊക്കെ ഒരു
പുരുഷന് യഥാർത്ഥത്തിൽ യൗവനമുള്ളൂ. പിന്നീട് അങ്ങോട്ട് താഴോട്ടാണ്. 30 കഴിഞ്ഞാൽ തന്നെ ഫാറ്റ് ലിവർ തുടങ്ങി പല കാര്യങ്ങളും തുടങ്ങുകയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 30 വരെയൊക്കെയാണ് യൗവനം എന്ന് പറയാം. അത് പലരുടെയും ആരോഗ്യം അനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മാട്രിമണി സൈറ്റുകൾ കാശുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വർഷത്തെ കാശല്ല ഒരു ആൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ ഈടാക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും. എത്രയോ വർഷങ്ങൾ, ശരാശരി എല്ലാവരും 4, 5 വർഷമൊക്കെയാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു വരിക്കാരനെയാണ് അവർക്ക് കിട്ടുക. മാട്രിമണി സൈറ്റുകളിൽ 5 വർഷം 10 വർഷം തികച്ചതിന് എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട മധ്യ കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പലരും കേസും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മാട്രിമണിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നല്ല ആലോചനകളൊന്നും, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നഷ്ടപരിഹാരം മേടിക്കുന്ന ചിലരുണ്ട്. എത്ര പേര് കൊടുക്കും? 10,000-കണക്കിന് ആളുകൾക്ക് നടക്കുന്നില്ല. അതിൽ 1-2 പേര് കേസ് പറഞ്ഞ് പുറകെ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചാലായി. എന്ത് പ്രശ്നം? ഈ ഒരു അവസ്ഥ എത്രമാത്രം ഭീതികരമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിവാഹം ഇതുവരെ കഴിക്കാത്ത യുവജനങ്ങൾ പോലും ഇന്ന് വിവാഹമോചനം നേടിയ സ്ത്രീകളുടെ മാട്രിമണി വേറെ സൈറ്റുകളുണ്ട്. അതിലാണിപ്പോൾ നോക്കുന്നത്. അതെങ്കിലും, അതായത് ഒന്ന് കെട്ടിയതാണെങ്കിലും 1-2 കുട്ടികൾ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ആ സിനിമയിൽ കാണിക്കുന്നത് പോലെ ആലോചനകളുമായിട്ട് നോക്കി നടന്നിട്ട് അതും നടക്കാത്ത ആണുങ്ങൾ ഇഷ്ടം പോലെ. ഈ വീഡിയോ അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്. ഇപ്പോൾ ഇവിടം വരെ നിങ്ങൾ എത്തിയെങ്കിൽ ഇത് മുഴുവൻ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം, ഒരൊറ്റ ടിപ്പ് പറഞ്ഞു തരാം. വെറുതെ ഇൻട്രസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തുക. ഒരു കാര്യവുമില്ല. കാരണം ഇതാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ അത്ര നല്ല ഒരു സുന്ദരനോ അല്ലെങ്കിൽ നല്ല ജോലിയോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആലോചനകൾ ഇങ്ങോട്ട് വന്നോളും. അത് നോക്കി നിങ്ങൾ എടുത്താൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെക്കുറിച്ചിട്ട് വലിയ സാധ്യത ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഈ പരിപാടി നിർത്തുക. ആരെങ്കിലും എന്തെങ്കിലും ഭാഗ്യവശാൽ ഒരു ഇൻട്രസ്റ്റ് മെസ്സേജൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് റെസ്പോൺസ് ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. അല്ലാതെ നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് ഓരോരുത്തരും ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി കളയുകയാണ്. നിസ്സാര കാര്യമല്ല ഇത്. നിങ്ങളുടെ സമയം നഷ്ടമാണ്. അതായത് റിസൾട്ടും ഉണ്ടാവുന്നില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ സമയമെങ്കിലും ലാഭിക്കാം. ആ സമയത്ത് വല്ല സിനിമ കാണുകയോ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക. കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപക്ഷെ വിവാഹം നടന്നേക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായ രീതിയിൽ ചിന്തിക്കുക. കാരണം അവസ്ഥ ഇതാണ്. കാരണം പെൺകുട്ടികളൊക്കെ ഇന്ന് വിദ്യാഭ്യാസം നേടി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ പോയി അടുക്കളപ്പണി എടുത്ത് അവർക്ക് എന്തുകൊണ്ട് വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അവരവരുടെ വീട്ടിൽ തന്നെ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കാനാണോ വിവാഹം കഴിക്കുന്നത്? രാവിലെ മുതൽ രാത്രി വരെ അടുക്കളപ്പണി, അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളിലും അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് കാര്യമായ ഒരു റോളുമില്ല. നിന്നെ നാളെ കെട്ടിച്ചു വിടാനുള്ളതാണ് എന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ കേൾക്കേണ്ടി വരുന്നു. ഒരു പെൺകുട്ടി ഒരു നല്ല വിവാഹാലോചന നടന്ന് അവൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതായിരിക്കരുത് പേരൻസിൻ്റെ ആണെങ്കിലും സ്വപ്നം. അവൾ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തമായി പണം ഉണ്ടായിരിക്കണം, സ്വയം പര്യാപ്തിയായിരിക്കണം. ആ ഒരു രീതിയിലേക്ക് പെൺകുട്ടികൾ മാറുമ്പോൾ അവരുടെ ജീവിതം മനോഹരമായിക്കൊള്ളും. അത് ഇന്ന് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെയൊക്കെ ഇടയിൽ വളരെ അധികമായിട്ട്, ഞാനിത് മതം പറയുന്നൊന്നുമല്ല, ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീ ശാക്തീകരണവും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിലയുള്ളതുമൊക്കെ ക്രൈസ്തവരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങൾ. ഇതൊരു മോശം മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു പരിതസ്ഥിതിയാണ് എന്ന് പറയാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിൽ അത്യാവശ്യം ഇളയ പെൺകുട്ടികളെയായിരുന്നു യുവാക്കൾ വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 80കളിലെ പുരുഷന്മാരെല്ലാം, 80കളിൽ ജനിച്ചവരുണ്ടല്ലോ, അവരെല്ലാം 90കളിലൊക്കെ ജനിച്ച പെൺകുട്ടികളെ വിവാഹം ചെയ്തു. ഏറെക്കുറെ ഒരു നല്ലൊരു ഭാഗവും. അപ്പോൾ 90കളിലെ ആൺകുട്ടികൾ ആരെയായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്? 2K എന്ന് പറയുന്ന ആ ഒരു ജനറേഷനുള്ളവരെയാണ്. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത്. ഇപ്പോഴത്തെ കാലം മാറുന്നതനുസരിച്ച് 2K പിള്ളേരെ 2Kകൾ തന്നെയാണ് കെട്ടുന്നത്. അതായത് 80കളിൽ കെട്ടിയവർ 90കളിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി, 90കളിൽ കെട്ടേണ്ടവർ 2000 അല്ലെങ്കിൽ 2K പിള്ളേരെ ആണെങ്കിൽ 2Kകൾ തന്നെ അവരെ കെട്ടുകയാണ്. അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഇല്ല. ഇതിനിടയിൽ പെട്ടുപോയൊരു കൂട്ടരാണ് 90s കിഡ്സ് എന്ന് പറയാവുന്ന, കിഡ്സ് എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഈ 90കളിൽ ജനിച്ചവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലാണെങ്കിലും വിവാഹങ്ങൾ ഇനി ആർക്കും നടക്കില്ല എന്നൊന്നുമല്ല, വളരെ അധികമായിട്ട് നടക്കും. വിവാഹമോചനങ്ങൾ നടക്കും, അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ, ഇതൊക്കെ നല്ല രീതിയിൽ നടക്കാൻ പോകും. അല്ലാതെ ഭാവിയിൽ ആണുങ്ങൾക്കൊന്നും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല എന്നല്ല. പക്ഷേ ഈ 90കളിൽ ജനിച്ചവരുടെ കാര്യം വിഷമകരമാണെങ്കിൽ പോലും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആർക്കെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ സത്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക.
സംഭവിക്കുന്നത് എന്തും നല്ലതിന് എന്ന് കരുതിയാൽ പോരെ. അതായത് നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചിട്ട് അതൊരു പരാജയമായി പോയാൽ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അന്ന് കെട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ലേ? അപ്പോൾ അതാണിപ്പോൾ സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. സംഭവിക്കുന്ന എല്ലാം ഗുഡിന്, സംഭവിക്കാൻ പോകുന്നതും ഗുഡിന്, സംഭവിച്ചില്ലെങ്കിൽ ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അതെല്ലാം വെരി വെരി ഗുഡിന് എന്ന് ഏതോ സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചേക്കുക. പിന്നെ ഓരോ ട്രോളുകളൊക്കെ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ ഡിമാൻഡ്. ഇപ്പോൾ മാന്നർമത്തെ സ്പീക്കിങ്ങിലെ ആ ഒരു ട്രോളൊക്കെ വെച്ചിട്ട്, ആ നാടകം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു രംഗമുണ്ടല്ലോ, ഇന്നസെൻ്റ് മുകേഷും സായ്കുമാറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇത്. ഗവൺമെൻറ് ജോലിയുള്ള ചെക്കനെ മതി അച്ഛ എന്ന നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുറത്ത് ജോലിയുള്ള, വിദേശത്ത് ജോലിയുള്ള ചെറുക്കനെ മതി അച്ഛ. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഡിമാൻഡ് ഇടുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളെല്ലാം തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ എന്താ പറയുക, ഇതൊരു കാലത്തിൻ്റെ പ്രതികാരമാണ്. ഒരു കാലത്ത് ഈ പെൺകുട്ടികളെ ഇട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരുടെയൊക്കെ പ്രായം ഇന്നുള്ളവരെ ഒരു കാലത്ത് ഈ പുരുഷന്മാർ ചവിട്ടി മെതിച്ചതിൻ്റെ ഒരു പ്രതികാരം ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ പാവം യുവാക്കളാണ് എന്ന് പറയേണ്ടി വരും. അവരുടെ പുരുഷാധിപത്യത്തിൻ്റെ തലയിലാണ് ഇതെല്ലാം ചവിട്ടുന്നത്. ഏത് പെൺകുട്ടിയും പറയുന്ന ഡിമാൻഡിന് കെട്ടാനായിട്ട് ആൺകുട്ടികൾ പുറകെ ഉണ്ട്, എന്നിട്ടും സെറ്റാവുന്നില്ല. അത്രയ്ക്ക് ഡിമാൻഡ്, അത്രയ്ക്ക് പെണ്ണ് കിട്ടാനില്ലാത്ത അവസ്ഥ. പിന്നെ ഈ പുരുഷന്മാരുടെ തന്നെ ഒരു പ്രശ്നം വെച്ചാൽ, ഈ മാട്രിമോണി സൈറ്റുകൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു പുരുഷന്മാരുടെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സഹോദരിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയുടെയൊക്കെ ഒരു മാട്രിമോണി സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരുടെ ഓരോ കാര്യങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തവരാണ് മിക്ക പുരുഷന്മാരും ഈ മാട്രിമോണി സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ. എങ്ങനെ പറയാതിരിക്കും? അതായത് എഡ്യൂക്കേഷൻ നോക്കിയാൽ BA എന്ന് എഴുതിയിട്ടുണ്ടാവും, ജോലി എന്താണെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ജോലിയാണെന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ഒന്നെങ്കിൽ വളരെ സാധാരണമായ ജോലി, അല്ലെങ്കിൽ ജോലിയൊന്നും ഉണ്ടാകില്ല. ചിലർ കോൺട്രാക്ടർ, അങ്ങനെ കുറേ ഉടായ്പകളുണ്ട്. ഇത്തരം ജോലികൾ സാധാരണ ജോലികളെ അധിക്ഷേപിക്കുന്ന ഒന്നുമല്ല. പക്ഷേ സത്യസന്ധമായിട്ട് എഴുതണ്ടേ. ആനുവൽ ഇൻകം എന്ന് പറഞ്ഞ് എഴുതിയിടുന്നത് ഇങ്ങനെയുള്ളതിന് 15 ലക്ഷം to 20 ലക്ഷം വരെ. നാണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉളുപ്പെന്ന് പറയുന്നൊരു സാധനമുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അത് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ എഴുതണ്ട. പല മാട്രിമോണി സൈറ്റുകളിലുമൊക്കെ ഇൻകം വേരിഫൈഡ് എന്ന് പറഞ്ഞ് ഒരു സംഭവമുണ്ട്. അതൊരു നല്ല പരിപാടിയാണ്. അതായത് അവർ തന്നെ ഇവരുടെ IT റിട്ടേണും ഒക്കെ നോക്കിയിട്ട് ആ ഇൻകം അവർ വേരിഫൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മിക്കതും ഇങ്ങനെ വേരിഫൈ ചെയ്യാനൊന്നും പറ്റില്ല, വെറുതെ അങ്ങ് എഴുതിയിടുകയാണ്. പറയുമ്പോൾ ഒരു പണിയില്ല, അല്ലെങ്കിൽ നിസ്സാരമായ പണി, വിദ്യാഭ്യാസം പോലുമില്ല. പക്ഷേ സാലറി എന്ന് പറയുന്നത് 10 lakh to 15 lakh എന്നൊക്കെ പറഞ്ഞ് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ എഴുതിയിടുന്ന ആണുങ്ങൾ. അതുപോലെ പലരുടെയും ഒരു വിചാരം എന്താണ്, അതായത് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെത്താൻ അറിയും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പെൺകുട്ടികൾ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ പെൺകുട്ടികളെ നമ്മൾ വളരെ മോശമായിട്ട് തമാശയ്ക്കും ഒക്കെ ട്രോളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആൺകുട്ടികൾക്ക് ഇത് ബാധകമല്ല. സൗന്ദര്യം കുറഞ്ഞ ആൺകുട്ടികളാണെങ്കിലും ആൺകുട്ടിയാണെന്നുള്ള പേരിൽ അവർ അങ്ങ് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഈ മാട്രിമോണി സൈറ്റുകളിൽ ഇടുന്ന ആണുങ്ങളാണെങ്കിലും അവരുടെയൊക്കെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ, അവർ തന്നെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്, വലത്തുനിന്ന് നോക്കിയാൽ ഷാരൂഖ് ഖാൻ, ഇടത്തുനിന്ന് നോക്കിയാൽ സൽമാൻ ഖാൻ, പുറകിൽ നിന്ന് നോക്കിയാൽ അമീർ ഖാൻ, മൊത്തത്തിലൊരു മാക്കാൻ. അതായിരിക്കും സത്യം. പിന്നെ ഇവിടം വരെ ഈ വീഡിയോ കണ്ടവർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതാണ്. എങ്കിൽ പോലും വളരെ ചുരുക്കത്തിൽ പറയാം. ചരിത്രാതീത കാലം മുതൽ, അല്ലെങ്കിൽ ശിലായുഗ കാലം മുതലെയൊക്കെ മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ വിവാഹം എന്നൊക്കെ വരുന്നത് ഒരു 10,000-12,000 വർഷം മുമ്പ് മനുഷ്യൻ കൃഷി ആരംഭിച്ചതിനോട് അനുബന്ധിച്ചിട്ടാണ്. അതിനോട് അനുബന്ധിച്ച് വന്ന സാമൂഹിക മാറ്റങ്ങളാണ്. അപ്പോൾ ഇന്ന് ഒരു തരത്തിൽ ഈ വിവാഹങ്ങളെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാറണം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളൊരു സംസ്കാരം പിന്നെയും ഭേദമാണ് എന്ന് പറയാം, നമുക്കത് മോശമായിട്ട് തോന്നുമെങ്കിലും. അതായത് നമ്മൾ ഇപ്പോൾ ഒരാളെ വിവാഹം കഴിക്കുന്നു, അയാൾ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിരിയണമെന്നുണ്ടെങ്കിലും വലിയ പാടാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും ഒന്ന് ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം ഊരിക്കൊണ്ട് പോകും, സ്വത്ത് പകുതി കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ നൂലാമാലകൾ, കുട്ടികളെ പോലും കാണാൻ സാധിക്കില്ല. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പഴയതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ബെറ്ററായിട്ട് ഒരാളെ കണ്ടാൽ അങ്ങോട്ട് മാറാനുള്ള, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. എന്നാൽ മനുഷ്യൻ്റെ സഹജമായ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ എങ്ങനെ. എന്നാൽ ഈ നിയമത്തിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ളത്ര കാലം ജീവിക്കാം, ഇഷ്ടമുള്ളപ്പോൾ വേർപിരിയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ലോകം വരുമ്പോഴാണ് അവിടെ സമത്വമുള്ളത്. പഴയ കാലത്തിലേക്ക് തന്നെ പോകാം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലർക്കും പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ, ഇതേ അവസ്ഥ പണ്ട് മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഒരു കാലത്തെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പരസ്പരം, ഈ സിംഹങ്ങളുടെ ഒരു സാമൂഹിക ജീവിതം എങ്ങനെയാണ്, കുടുംബജീവിതം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ പുരുഷന്മാർക്ക് ബലമുണ്ടായത് എന്തുകൊണ്ടാണ്? തമ്മിൽ പോരടിക്കാനാണ്. പുരുഷന്മാർ തമ്മിൽ പോരടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ ദുർബലരായത് എന്തുകൊണ്ടാണ്? ശാരീരികമായിട്ട്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർ തമ്മിൽ പോരടിക്കുന്നില്ല. ഈ പുരുഷന്മാർ എന്തിനാണ് പോരടിക്കുന്നതെന്നറിയാമോ?
കാരണം ഏറ്റവും അധികം കൈക്കരുത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ളവനെ ഇടിച്ചു തോൽപ്പിക്കുന്ന കൊല്ലുന്ന പുരുഷനാണ് ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളെ നേടിയിരുന്നത്. അത് ഏറ്റവും കരുത്തനായ ഒരു പുരുഷൻ തന്നെയായിരിക്കും 10ഉം 20ഉം സ്ത്രീകൾക്ക് അധിപനായിട്ടിരിക്കുന്നത്. ഇനി ആ സ്ത്രീകളെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരുത്തൻ വന്ന് ഇവനെ വധിക്കണം അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കണം. ഇതായിരുന്നു ഒരു കാലത്ത് മനുഷ്യരുടെ ഒരു രീതി. അതായത് കൈക്കരുത്തുള്ളവനായിരുന്നു സ്ത്രീകളെന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നത്, മികച്ചവനായിരുന്നു സ്ത്രീകളെന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഒരുത്തന് തന്നെ പലരുണ്ടാവും, ഇല്ലാത്തവനും ഒന്നുമില്ല. അതിൻ്റെ ബയോളജി തന്നെ ചിന്തിച്ചാലും മനസ്സിലാവും, ഒരു പുരുഷന് എത്ര സ്ത്രീകൾക്ക് വേണമെങ്കിലും കുട്ടികളെ ജനിപ്പിക്കുവാനായിട്ടുള്ള ശാരീരികമായിട്ട് അങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 9 മാസം കൊണ്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക, അങ്ങനെയുള്ള ഒരു പരിധി അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ആവശ്യമുള്ളൂ. അതായത് ഒരു ബയോളജി അനുസരിച്ചിട്ടാണെങ്കിൽ ആ രീതിയിലാണ്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായി പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. ഇനി ചിലർക്ക് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയോ അല്ലെങ്കിൽ കമൻറ്റിലോ ഒക്കെ ഞാൻ പറയാം. പിന്നീട് കാലം കുറേ പുരോഗമിച്ചപ്പോഴാണ് ഇങ്ങനെ പരസ്പരം തല്ലുകൂടി ചാവരുത്, അല്ലെങ്കിൽ ഓരോ പുരുഷനും ഓരോ സ്ത്രീ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കാലഘട്ടമൊക്കെ ആയപ്പോൾ രാജഭരണം അല്ലെങ്കിൽ ഒരു ഭരണ കേന്ദ്രീകൃത സംവിധാനമൊക്കെ വന്നപ്പോൾ ഈ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ തമ്മിൽ തല്ലി ചാവാതിരിക്കാൻ വേണ്ടി രാജാവും അല്ലെങ്കിൽ അന്നത്തെ പല മതങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഒരു പുരുഷന് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ. എന്നാൽ പിന്നെയും കുറേ ബഹുഭാരിത്വമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് മാറ്റങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാലം തിരിച്ചു പോവുകയാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിങ്ങനെ പറയാറുണ്ട്, ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദുർബലർക്കും ദരിദ്രനും വേണ്ടിയിട്ടാണ് എന്ന്. സ്ത്രീകളാണെങ്കിലും നിയമങ്ങളാണെങ്കിലും റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി, സമ്പന്നനായ ഒരാൾക്ക് വേണ്ടി, ശക്തനായ ഒരാൾക്ക് വേണ്ടി അത് ബ്രേക്ക് ചെയ്യുമെന്ന്. ഇതിലൊരു വലിയ ഫെമിനിസ്റ്റ് വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് അത് ഞാൻ വിശാലമായിട്ട് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്കിനി വീഡിയോകളായിട്ട് വരും കാലത്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നു. ആളുകൾക്ക് ഇത് മുഴുവൻ ഇരുന്ന് കേൾക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.